നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1917 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ജി ഹരികുമാർ സാറാണ്. ഇംഗ്ലീഷിൽ നിന്നും വേഷം മാറി മലയാളത്തിലേക്കാണ് ഡോക്ടർ വരുന്നത്. MD ഹോമിയോപ്പതി, MD ആയുർവേദം, MD അലോപ്പതി, ഡിപ്ലോമ ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി, MBA, LLB എന്നീ ബിരുദങ്ങളുള്ള ഡോക്ടറാണ്. മുൻ ആരോഗ്യ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, മുൻ സ്റ്റേറ്റ് കമ്മീഷണർ, ഗവൺമെന്റ് സെക്രട്ടറി, എസ് ഒഫീഷ്യ കേരളം, ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കന്യാകുമാരിയിലും വൈറ്റ് മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജിലും ലെക്ചറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 40 വർഷത്തിലകം ചികിത്സാ പരിചയമുള്ള ഡോക്ടർ വ്യക്തിഗത ചികിത്സാ വീക്ഷണത്തിന്റെ മികവ് ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജി ഹരികുമാർ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. കാണാമല്ലോ അല്ലെ? കേൾക്കാമല്ലോ? കാണാം, കേൾക്കാം. കേൾക്കാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു എനിക്ക് ധനേഷ് ഒരു ശിക്ഷ എന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ അധ്യാപകർ ഒരു പ്രാവശ്യം കൂടെ എഴുതിക്കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ ഒരു പ്രാവശ്യം കൂടെ ഈ മലയാളത്തിൽ പറഞ്ഞോളാൻ പറഞ്ഞതായിരിക്കും. ശിക്ഷയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇംഗ്ലീഷ് കഴിഞ്ഞ ഉടനെ തന്നെ മലയാളം അതേ സബ്ജക്റ്റ് തന്നെയാണ് ഇത്. എന്തായാലും IFPHന്റെ വെബിനാറിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അടുത്ത സമയത്താണ് ഞാൻ സാധാരണ മൊബൈൽ ഉപയോഗിക്കാത്ത ഒരാളാണ്, അതുപോലെ തന്നെ യൂട്യൂബും. അപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്, ഇങ്ങനെ IFPHന്റെ യൂട്യൂബിൽ വരുന്നത്. അന്ന് പോലും പിന്നെ മിക്കവാറും കാണാറുണ്ട്, എന്നാലും പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് കാണാൻ പറ്റാറില്ല. എന്നാലും ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് മെഡിസിൻ എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പിന്നെ അല്ലാത്ത സമയത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാണാറുമുണ്ട്. എന്തായാലും എനിക്ക് ശരിക്കും അത് ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. ഇത്രയും നമ്പർ ഓഫ് ഡേയ്സ് ഇത് കണ്ടിന്യൂസ് എങ്ങനെ നീള കൊണ്ടുപോകണമെന്ന്. നീളയെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, തൊഴുന്നു. അത്രയ്ക്ക് ഭയങ്കര ഒരു എഫേർട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതിന്. എന്തായാലും നന്നായിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ സബ്ജക്റ്റിലോട്ട് കിടക്കട്ടെ. എനിക്ക് കിട്ടിയേക്കുന്ന സബ്ജക്റ്റ് എന്താ പറയാ, സ്വന്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളെ എല്ലാവരെയും കേൾക്കുക, എല്ലാ ഡോക്ടേഴ്സിനെയും കേൾക്കുക, അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന സാധനങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങളേതായ ഒരു രീതി ഡെവലപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാൻ ഒക്കുള്ളൂ. യു വിൽ ബി യു വിൽ ബി എ സക്സസ്ഫുൾ പ്രാക്ടീഷണർ. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാം കേൾക്കണം, നമ്മളുടേതായ ഒരു രീതി ഡെവലപ്പ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക, സക്സസ്ഫുൾ പ്രാക്ടീഷണർ ആകുക. നീക്കെല്ലാം ഇവിടെ പറയുന്ന എല്ലാം നീക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ പക്ഷെ അതത് അറേഞ്ച്ഡ് ആയിട്ട് പറയാൻ ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതായത് ഹോമിയോപ്പതി എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് സയന്റിഫിക്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് ഇഫക്റ്റീവ്, ഇറ്റ് ഈസ് എക്കണോമിക് ആൻഡ് ഇറ്റ് ഈസ് ഹാംലെസ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ഹോളിസ്റ്റിക്, ആർട്ടിസ്റ്റിക് ഹെൽത്ത് സയൻസ്. ആർട്ടിസ്റ്റിക് എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തതാണ്, മറ്റുള്ളതെല്ലാം അവിടെ ഉള്ളതാണ്. ഈ ആർട്ടിസ്റ്റിക്കിന് ഒരു വലിയ വാല്യൂ ഉണ്ട്. ഇതിൽ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞതിൽ സയന്റിഫിക്കും ഹോളിസ്റ്റിക്കും ആർട്ടിസ്റ്റിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ ആദ്യത്തെ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേൾക്കുന്നതെല്ലാം അലോപ്പതിക്കാർ പറയുന്ന ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെന്റ് ഇവിടെ ഇച്ചിരി ഫിസിയോതെറാപ്പി, ഇച്ചിരി സൈക്കോളജി, പിന്നെ ഇച്ചിരി
ആയുർവേദ ലേപനങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പറയുന്നതിനാണ് ഹോളിസ്റ്റിക് എന്ന് അവർ പറയുന്നത്. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ദ കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ദ സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ്. ഹോളിസ്റ്റിക് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ഓൺലി എ കൺസെപ്റ്റ്. പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അതിനാണ് ഹോളിസം എന്ന് പറയുന്നത്. അപ്പോഴ അതിനൊരു പ്രത്യേക ട്രീറ്റ്മെന്റോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഹനുമാന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഹനുമാൻ നാച്ചുറൽ പ്രിൻസിപ്പിൾസിനെ ഹോമിയോപ്പതിയിലോട്ട് ഇംപ്രഗ്നേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തു തെറാപ്യൂട്ടിക്സിൽ. അതാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. നാച്ചുറൽ പ്രിൻസിപ്പിൾസിനെ നമ്മൾ തെറാപ്യൂട്ടിക്കിലോട്ട് ഇംപ്രഗ്നേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനകത്തോട്ട് അപ്ലൈ ചെയ്തു. അതാണ് ഏറ്റവും കാണുന്നത്. ആയുർവേദവും ഒരു പരിധിവരെ ഹോളിസ്റ്റിക് ആണ്, പക്ഷെ ദ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ഹോമിയോപ്പതിയാണ്. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ആയുർവേദത്തില് കാലാവസ്ഥ ചേഞ്ചസിന്റെ, അല്ലെങ്കിൽ ഓരോ പിന്നെ ഘട്ടങ്ങൾ, സ്പ്രിങ് അല്ലെങ്കിൽ വിന്റർ, അതിനെല്ലാം പ്രത്യേകം ഇഫക്റ്റ് പറയുന്നുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന എഫക്റ്റ്, അതിന് എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് പറയുന്നുണ്ട്. എല്ലാ സിസ്റ്റത്തിലും പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറെ കൂടെ ഡെപ്തിലോട്ട് പോകുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ ഫീവർ വന്നെന്ന് വിചാരിക്കുക. നമ്മൾ വെള്ളം കുടിക്കണം, അത് ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ. ആ ചൂടുവെള്ളമാണെങ്കിൽ തന്നെ അത് നമ്മൾ ഒരു ഗ്ലാസ് ഒന്നിച്ച് കുടിക്കുവോ അതോ ഇച്ചിരി സിപ്പ് ചെയ്ത് കുടിക്കുവോ എന്നുള്ളതാണ്. അത് അടുത്തടുത്ത സമയത്ത് കുടിക്കുവോ, സിപ്പ് ചെയ്ത് കുടിക്കുന്നതിൽ തന്നെ അത് ലോങ് ഇന്റർവെല്ലിൽ കുടിക്കുവോ എന്നുള്ളത്. ആ ലെവലിൽ വരെ നമ്മളുടെ കൺസെപ്റ്റ് പോകുന്നുണ്ട്. ആ ലെവൽ വരെ നമ്മളെ ഡ്രഗ് സിലക്ഷൻ എത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഹോളിസത്തിലുള്ള ഇൻവോൾവ്മെന്റ്, നമ്മളെ മെഡിസിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, ഹിയർ ഓൾ സെക്ഷൻസ് റിസീവ് ദ മോസ്റ്റ് വാണ്ടഡ്, കമ്പയർ വിത്ത് യുവർ എക്സ്പീരിയൻസ്, അനലൈസ് ആൻഡ് ഡെവലപ്പ് യുവർ ഓൺ പ്രാക്ടീസ്, then put in your practice, you will be a successful practitioner and also successful in life എന്നുള്ളതാണ്. നെക്സ്റ്റ് ഹോളിസം ഞാൻ പറഞ്ഞല്ലോ. അടുത്ത് വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹോമിയോപ്പതി ഈസ് എ സിമ്പിൾ ആർട്ടിസ്റ്റിക് സയൻസ് എന്നാണ്. എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റിക് എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഫിലോസഫി ബിഗിൻസ് വെൻ ദ സയൻസ് എൻഡ്സ്. വെൻ സയൻസ് എൻഡ്സ് ഫിലോസഫി ബിഗിൻസ്, ആൻഡ് ദ ഫിലോസഫി ബിഗിൻസ് വേർ സയൻസ് എൻഡ്സ്. നമുക്ക് ഒരെണ്ണത്തില് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിലോസഫിക്കലായിട്ടാണ് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ഒരു കാര്യം നമ്മളോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ അറിവിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്, ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും. അത് വേണമെങ്കിൽ വേൾഡ് നോളജിന്റെ മുമ്പിൽ വിട്ടു കഴിഞ്ഞാൽ വേൾഡിന് തന്നെ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഭൂമി ഉരുണ്ടതാണ്. അന്നത്തെ നോളജ് വെച്ച് നോക്കുവാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പം പറ്റി, അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്തു എന്നുള്ള. അപ്പോൾ നമ്മളുടെ പ്രസന്റ് നോ ഹൗ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദ സയന്റിഫിക് പാർട്ട് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്, എവരി പേഴ്സൺ ഹാവിങ് എ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഓർ നോളജ് can understand. The artistic part എന്ന് പറയുന്നത് അങ്ങനെയല്ല. The science is learned and the art is practiced. Science leads to want to know and the art leads to want to do or act. അപ്പോൾ ആർട്ടിസ്റ്റിക് പാർട്ടാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ സെലക്ട് ചെയ്യുന്നതൊക്കെ അതാണ്. ആ പാർട്ടാണ് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത്. സയൻസിൽ നമ്മളുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, റിസർച്ചേഴ്സിന്റെ ഒക്കെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് അതിന് യൂണിവേഴ്സൽ
ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കണം, വെരിഫയബിൾ ആയിരിക്കണം, ഡെമോൺസ്ട്രബിൾ ആയിരിക്കണം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. അതിനെ നമ്മൾ സയൻസ് എന്ന് പറയുള്ളൂ. പക്ഷെ ഹോമിയോപ്പതിക്ക് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഒരു രോഗി വരുന്നു, ആ രോഗിയുടെ അപ്പോഴത്തെ രോഗാവസ്ഥ കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു പർട്ടിക്കുലർ അസുഖമാണെന്ന് വിചാരിച്ചോളൂ. ആ അസുഖം നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ മെഡിസിൻ കൊടുത്ത് നമ്മൾ ക്യൂർ ചെയ്ത് കഴിഞ്ഞു, അത് ക്യൂറായി. അപ്പോഴൊരാൾ സയന്റിഫിക് ആയിട്ട് വെല്ലുവിളിക്കുകയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ. എങ്ങനെ പറ്റത്തില്ല? നമുക്ക് അതേ അസുഖമുള്ള 10 രോഗികളെ തന്നാലും നമുക്ക് പറ്റത്തില്ല. കാരണം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വലൈസേഷൻ. അതാണ് നമ്മളെ റിസർച്ച് മെത്തഡോളജിയിൽ നമുക്ക് വരുന്ന റീപ്രൊഡ്യൂസബിൾ അല്ലാത്ത ആണെന്നുള്ളതാണ്. അതിന് നമ്മളുടെ ഈ റിസർച്ചിന്റെ ക്രൈറ്റീരിയാസ് ഇതുപോലുള്ള ഇൻഡിജീനസ് സിസ്റ്റംസ് അല്ലെങ്കിൽ ആയുഷ് സിസ്റ്റംസ് മാറ്റിയേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം. അടുത്ത ഇനി ആ സ്ലൈഡ്സ് ഒന്ന് കാണിക്കാവോ ഡോക്ടറെ? ഡോക്ടറെ നോക്കട്ടെ. അജിനി ഡോക്ടറെ ആ സ്ലൈഡ് ഒന്ന് വീണ്ടും കാണിക്കാവോ? അജിനി ഡോക്ടറെ ഞാനൊന്ന് ചോദിക്കട്ടെ ഡോക്ടറെ. നോക്കുമ്പോ ഞാൻ സംസാരിച്ചോളേ അല്ലേ? സംസാരിച്ചോ, ഞാൻ അപ്പോഴത്തേക്ക് ചോദിക്കട്ടെ. നമ്മളുടെ ഓർഗനോണ് ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ ഇതനുസരിച്ചിട്ട് അഫോറിസം സ്റ്റൈലിൽ അല്ലെങ്കിൽ സ്മോൾ പാരാസ് ആയിട്ടാണ് എഴുതിക്കുന്നത്. അതിനു മുമ്പുള്ള ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ അന്ന് സ്ലോഗൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ പോയട്രി ആയിട്ടാണ് അല്ലെങ്കിൽ ഇതായിട്ടാണ് എഴുതിയേക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ അന്നത്തെ സിസ്റ്റംസ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് ഹനുമാൻ ഒത്തിരി ലാംഗ്വേജസ് അറിയായിരുന്നു, അതിൽ പുള്ളിക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു അറബി. അപ്പോൾ ആയുർവേദ സയൻസ് അറബി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബുക്സ് വല്ലതും ഹനുമാൻ വന്ന് വായിച്ചിട്ടുണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റും ഇങ്ങനെ ഒരു അഫോറിസം സ്റ്റൈലും ഒക്കെ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഹോളിസം എന്ന് പറയുന്നതിന്റെ ഒരു പോയിന്റ് കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ മതി. അത് ഹോളിസം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ whenever you give in a medicine, the life has to respond it singly, producing a response or a non-response. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഡോക്ടേഴ്സ് പറയുന്നല്ലോ, മരുന്നെല്ലാം കൊടുത്തു നോക്കി യാതൊരു റെസ്പോൺസും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് റെസ്പോൺസ് ചെയ്യുന്നതിനും ഒരു ബോഡിക്ക് ഒരു ആക്ടിവിറ്റി വേണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇഫക്റ്റ് ഇല്ലാതിരിക്കുന്നത് ഒരു റെസ്പോൺസ് തന്നെയാണ് ബോഡിയിൽ. അപ്പോൾ അതിന് ഈ ഹോളിസം എന്ന് പറയുന്ന സിംഗിൾ ലൈഫ് സിസ്റ്റം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യം നമ്മൾ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് വൈറ്റൽ എനർജി എന്ന് പറഞ്ഞു, വൈറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ടൈം വന്നപ്പോഴും നമ്മൾ അത് ലൈഫ് എനർജി എന്നാക്കി, ലൈഫ് എനർജി എന്നാക്കി. കിട്ടിയോ? കിട്ടിയിട്ടില്ല, ഞാൻ നോക്കുന്നേ. ശരി. ഈ ഇൻഡിവിജ്വലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഒത്തിരി എക്സാമ്പിൾസ് പറയാൻ സാധിക്കും. ഒന്ന് നമ്മൾ പറയുന്നില്ലേ, ഇപ്പം ഫിംഗർ പ്രിന്റ്സ് എടുക്കുന്നു, ഹെയർ എടുക്കുന്നു, അതിൽ നിന്ന് തന്നെ നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ പാരന്റ്സിന്റെ ഡിസ്പ്യൂട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് DNA ടെസ്റ്റ് ചെയ്തിട്ട് പാരന്റ് ആരാന്ന് കണ്ടുപിടിക്കുന്നു. അതെല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി വന്നു കഴിഞ്ഞു. നമ്മളിപ്പോ ATM കൗണ്ടറൊക്കെ ഉള്ളതുപോലെ നമ്മൾ കാർഡ് ഇട്ടിട്ട് കാശ് എടുക്കുന്നതിന് പകരം മോഡേൺ
ടെക്നിക്ക് എന്താന്ന് പറഞ്ഞാൽ ATM കൗണ്ടറിന്റെ അവിടെ ഒരു വോയിസ് ഇതുണ്ടാവും, റിസീവർ ഉണ്ടാവും. അവിടെ പോയിട്ട് പറയാണ് എനിക്ക് $100 വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ $100 അതിന്റെ ഔട്ട്ലെറ്റിൽ കൂടെ വരും. എന്നിട്ട് എഴുതി കാണിക്കും ഇത്ര ബാലൻസ് ഉണ്ട്. ഇനി അക്കൗണ്ട് ഇല്ലെങ്കിൽ അവിടെ എഴുതി കാണിക്കും സോറി യു ഡോണ്ട് ഹാവ് എനി അക്കൗണ്ട് ഹിയർ. അപ്പോൾ ആ വോയിസിൽ പോലും ആ ഇൻഡിവിജ്വലൈസേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ അത് നേച്ചറിലുള്ള ഒരു ഫിനോമിന തന്നെയാണ്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ ആണ് ഹൗ യു ക്യാൻ മെഷർ ദ ഡെപ്ത് ഓഫ് എ ലവ് ഓഫ് എ ചൈൽഡ്, ഓഫ് എ മദർ ഓഫ് ഹെർ ചൈൽഡ്. അത് നമുക്ക് എപ്പോഴെങ്കിലും മെഷർ ചെയ്യാം. എത്രമാത്രം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് മോളോടുള്ള സ്നേഹം അല്ലെങ്കിൽ മോനോടുള്ള സ്നേഹം നമുക്ക് ഉണ്ടെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഡെപ്ത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള ഡിവൈസ് ടെക്നോളജി നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അമ്മയുടെ ഹോർമോണൽ സ്റ്റാറ്റസ് എന്താണ്, ബയോഫിസിക്കൽ സ്റ്റാറ്റസ് എന്താണ്, ബയോകെമിക്കൽ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ ആക്ച്വൽ ക്വാളിറ്റി ഓഫ് ലവ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സാറേ അത് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഒന്ന് എടുത്തോളൂ ആദ്യം. കാണാലോ? ഇല്ല, ഹലോ കാണാം. സാറ് കാണുന്നില്ലേ? വന്നു. നെക്സ്റ്റ് ഡോക്ടറെ, നെക്സ്റ്റ് വരും. ഇതാണോ? അത് ഫസ്റ്റ്. ഡോക്ടർ ആണോ എടുക്കുന്നത്? ശരി. സെക്കൻഡ് ഇല്ല ഡോക്ടർ, അതിന്റെ അടുത്ത ഡൗൺ സിൻഡ്രോമിന്റെ. അതെ. അത് വന്നു. അത് വന്നു സാറേ. ഡോക്ടറാണോ കേൾക്കുന്നത്? അജിനി ഡോക്ടറാണോ? അജിനി ഡോക്ടർ. ശരി. ഈ ഡൗൺ സിൻഡ്രോം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ വെച്ചതാണ്. കാരണം ഡൗൺ സിൻഡ്രോം ക്യൂറബിൾ എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ക്യൂറബിൾ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ഉണ്ട്. പ്രൊവൈഡഡ് ഇഫ് യു ഗെറ്റ് എ ചൈൽഡ് അറ്റ് ദ ഫസ്റ്റ് മന്ത് ഇറ്റ് സെൽഫ്. അവിടുന്ന് യു കണ്ടിന്യൂസ്ലി ഗിവ് മെഡിസിൻ അറ്റ്ലീസ്റ്റ് ഫോർ 5 years, you will get a complete cure. Why? Because you can diagnose Down syndrome at the labor table itself. അതുകൊണ്ട് ആ ഡയഗ്നോസിന് പ്രശ്നമൊന്നും വരുന്നില്ല. ഫസ്റ്റ് മന്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് യു കണ്ടിന്യൂസ്ലി ഗിവ് മെഡിക്കേഷൻ ഫോർ 5 years. യു ക്യാൻ ചേഞ്ച് ഈവൻ ദ ഫേസ് ഓഫ് ദ ചൈൽഡ് വിൽ ചേഞ്ച് ഇൻ ടു നോർമൽ. അത് കാണും. എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ എക്സ്പ്ലനേഷൻ വാട്ട് ഐ ക്യാൻ ഗിവ് യു ഈസ്, സപ്പോസ് ഇഫ് യു ആർ മാരിങ് എ ജാപ്പനീസ് ലേഡി, ഒരു ജാപ്പനീസ് സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് രണ്ടുപേരിൽ ഒരാൾ ജാപ്പനീസ് ആയിരിക്കും, ഒരാൾ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ആയിരിക്കും. ഈ ജാപ്പനീസ് കുട്ടിയെ കൊണ്ട് പിന്നെയും കല്യാണം കഴിപ്പിച്ച ഒരു കേരളത്തിനെ കൊണ്ട് കഴിപ്പിച്ച കുറച്ചുകൂടെ സിമിലാരിറ്റിയുള്ള കേരള സിമിലാരിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സിമിലാരിറ്റിയുള്ള കുട്ടികളുണ്ടാവും. അവരെ പിന്നെയും കല്യാണം, അങ്ങനെ ഒരു 4 ജനറേഷൻ ദാറ്റ് ഈസ് ഒരു 150 to 200 years കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ കുട്ടികളെല്ലാം കേരളൈറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാരായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ എൻവയോൺമെന്റ് on the individual or on the gene gradually. അപ്പോൾ ആ ചേഞ്ചസിന് നാച്ചുറലായിട്ട് ഇത്രയും ടൈം എടുക്കും. പക്ഷെ സെയിം തിങ് നമ്മൾ മെഡിസിനലി ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചേഞ്ച് ഈ 200 years എന്നുള്ള യു ക്യാൻ നാരോ ടു 5 years or 6 years. കാരണം യു ക്രിയേറ്റ് എ മെഡിസിനൽ എൻവയോൺമെന്റ് ഇൻ ദ ബോഡി അറൌണ്ട് ദ സെൽ സോ ദാറ്റ് ദ ജീൻ വിൽ ചേഞ്ച്. അതാണ് അതിനകത്തുള്ള സയന്റിഫിക് ആയിട്ട് കാണുന്ന കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് യു ക്യാൻ ട്രീറ്റ് പ്രൊവൈഡഡ്. കാരണം ഈ എന്താണ് ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് തന്നെ അല്ല ഫസ്റ്റ് മന്ത് ഓൺവേർഡ്സ് കിട്ടണം എന്ന് പറയാൻ കാര്യം എന്താണ്? അതിന് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ തന്നെ ആദ്യത്തെ 1 വർഷം ഒരു കറക്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് 1 വർഷത്തിനകം താഴോട്ട് സ്കോട്ടത്തിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഫ്രോണ്ടനൽസ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
ചിലതാണെങ്കിൽ 1 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുന്നത്. ചില ഹാർട്ടിലുള്ള ഓപ്പണിങ്സ് ഫൊറാമിനോവയില് അങ്ങനെയുള്ള ഒരു വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുന്നതാണ്, ക്ലോസ് ചെയ്യുന്നു. അത് ഈ ഫോഴ്സ്, ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിനെ നമ്മളെ മെഡിസിൻ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് വർത്തായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മംഗോളിസത്തിലെ സ്റ്റിമുലേഷൻ, പക്ഷെ അവിടെ ഇറ്റ് റിക്വയർസ് എ ലോങ് ടൈം, അത്രേ ഉള്ളൂ വ്യത്യാസം. നെക്സ്റ്റ് വൺ. ഇവിടെയുള്ള ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കെല്ലാം എല്ലാവർക്കും ഹോമിയോപ്പതി പഠിക്കാം, പക്ഷെ ആർട്ടിസ്റ്റിക് പാർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ചെയ്താലേ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാടാൻ സാധിക്കും, അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പറ്റും, പക്ഷെ യേശുദാസിനെ പോലെ പാടാൻ ആർക്കും പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് ആർട്ടിസ്റ്റിക് പാർട്ടാണ് വളരെ ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് ഡിസൈഡിങ് യുവർ പ്രാക്ടീസ്. നെക്സ്റ്റ് വൺ. ഈ സ്ലൈഡ് കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാല് ആ കാര്യം സത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മളുടെ അറിവിന്റെ വെളിച്ചത്തിലാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, എൻ്റെ ഫാദറിന്റെ മദർ. ഷീ വാസ് ദ ഫസ്റ്റ് വൺ ഹു പാസ്ഡ് അന്നത്തെ കാലത്ത് SLC, ഞാൻ SLC എന്ന് പറയുന്നത്, ഷീ വാസ് ദ ഫസ്റ്റ് വൺ പാസ്ഡ് SLC ഇൻ ദ ഫസ്റ്റ് റാങ്ക് ഫ്രം ട്രാവൻകൂർ സീറ്റ് അന്നത്തെ കാലത്ത്. പക്ഷേ എൻ്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ ഈ റോക്കറ്റൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിടുമ്പോൾ, റോക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് വിടുമ്പോഴത്തേക്ക്, ISRO നിന്ന് വിടുമ്പോഴത്തേക്ക് വെളിയിൽ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു, ഈ റോക്കറ്റ് വിടുന്നത് കാലാവസ്ഥയൊക്കെ പഠിക്കാനായിട്ടാണ്, അതുപോലെ തന്നെ നമ്മളെ ഭൂമിയിലെ ഇതൊക്കെ പിക്ചറൊക്കെ എടുക്കാൻ സാധിക്കും, കുറെ വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പേസ് ഷട്ടിലിൽ കൂടെ ചന്ദ്രനിലൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഇത്രയും വിവരമുള്ള എൻ്റെ അമ്മൂമ്മ അകത്തിരുന്ന് പറയും, ചന്ദ്രനിൽ പോവാ, അവിടെ പോയാൽ കത്തി പോവെന്ന് പറയും. കാരണം അവർ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, അന്നത്തെ കാലത്തെയാണ് ഞാൻ പറയുന്നത്, അബൌട്ട് ഒരു 125 ഇയേഴ്സ് മുമ്പുള്ള കാര്യമാണ്. അപ്പോഴും അമ്മൂമ്മ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അമ്മൂമ്മയുടെ തിങ്കിങ് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അറിവ് വെച്ചിട്ട് അത് ശരിയല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിന്ന് അറിയാമല്ലോ, നമ്മൾ ഷട്ടിലില് അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട്, ഗവേഷണം നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളുടെ അറിവിന്റെ വെളിച്ചത്തിലാണ് അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്നുള്ളതാണ്. അത് പറയാനാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചത്. നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതാണ് ആ റോക്കറ്റിന്റെ കേസ്. ഇവിടെ നമ്മള് ഒരു ലൈഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിലോട്ട് വരികയാണ്. അതെന്താന്ന് പറഞ്ഞാൽ, ദർ ഈസ് മെറ്റീരിയലിസം, ഡൈനാമിസം, അതുപോലെ തന്നെ ലൈഫിസം, 3 സ്റ്റേറ്റ് ഉണ്ട്. അതില് ഞാൻ എൻ്റെ ഡീറ്റെയിലോട്ട് വരുന്നതിന് മുമ്പ്, ഇപ്പൊ വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡൈനാമിക് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ വാട്ടർ ഇവാപറേറ്റ് ചെയ്യും, വേപ്പർ ആവും. വേപ്പർ കണ്ടൻസ് ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും വാട്ടർ ആയിട്ട് വരും. അപ്പോഴവിടെ ഡൈനാമിസം ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജിയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇവിടെ കാണുന്നത് ഇത് വേറൊരിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണ്ട, എന്നാലും ഞാൻ പറയാം. മിൽക്ക് ചൂടാക്കിയാൽ അത് വാട്ടർ ആയിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകും. അതേസമയം അത് നമ്മളെ ഫെർമെന്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് യോഗേർട്ട് ആവും, അത് ബട്ടർ ആവും, അത് പിന്നെ ഓയിലാവും. പക്ഷെ ഇത് നമുക്ക് ഒരു വിധത്തിലും റീകൺവേർട്ട് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ലൈഫിസം, അതായത് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ലൈഫ് ഫോഴ്സ്, ലിവിങ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്തിട്ട് അതിനെ യോഗേർട്ട് ആക്കുന്നു. അപ്പോൾ ആ ലൈഫ് ഫോഴ്സ് വരുന്നതുകൊണ്ട് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പ്ലീസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയലിസം, ഡൈനാമിസം, ലൈഫിസം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മളുടെ ടിഞ്ചേഴ്സ്
ഹോമിയോപ്പതിക് ടിഞ്ചേഴ്സ്, ആയുർവേദിക് മെഡിസിൻസ്, അതുപോലെ തന്നെ അലോപ്പതിക് മെഡിസിൻസ് എല്ലാം മെറ്റീരിയൽ ഡോസിലാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മളെ ഡൈനാമിക് മെഡിസിൻ, അതായത് നമ്മളെ പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ എല്ലാം ഡൈനാമിക് ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ മുകളിലാണ് ഈ ലൈഫിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല കേസുകളും നമ്മൾ ഹനുമാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനത്തെ ലാസ്റ്റ് 5th ഫോർസസിൽ പുള്ളു പറയുന്ന ലൈഫ് എനർജി എന്നാണ് പറയുന്നത്. ഇതിന് ലൈഫിസത്തിന് ലൈഫ് എനർജി എന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ള തിയറീസ് എല്ലാം ഈ അപ്ലൈ ചെയ്തിട്ടും പലപ്പോഴും ക്യൂർ കിട്ടിയിട്ടില്ല. നമ്മളെ ഡൈനാമിക് മെഡിസിൻസ് മാത്രമേ ഡൈനാമിക് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. നമ്മളെ ടിഞ്ചർ ഒരിക്കലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ടിഞ്ചേഴ്സ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹോമിയോപ്പതിക് അല്ല. കാരണം ഹോമിയോപ്പതിക് ആണെങ്കിൽ അത് ഡൈനാമിക് ലെവലിൽ ആക്ട് ചെയ്യണം. നിങ്ങളെ ടിഞ്ചർ കൊടുത്താൽ അത് അലോപ്പതിക് ഒരു മരുന്നോ ആയുർവേദത്തിൽ ഓരോ മരുന്നോ കൊടുക്കുന്ന പോലെയാണ്. ഡൈനാമിക്സം ഇതിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ തന്നെ ആയിരിക്കണം. ഇനി പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ, കൊടുക്കുന്ന രോഗിക്കാണെങ്കിൽ അലോപ്പതിക് മെഡിസിൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ആയുർവേദിക് മെഡിസിൻ കൊടുക്കുകയോ ചെയ്താൽ ഇറ്റ് വിൽ നെവർ interact because one is material, the other one is dynamic. The homeopathic tinctures may interact because tinctures is materialism. But the potentized medicine is dynamic, they will never interact. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ 48 വർഷത്തെ പ്രാക്ടീസിൽ ഐ നെവർ സേ യു കൺട്രോൾ ദ ഡയറ്റ്, ഇത് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല, ഒന്നുമില്ല. കാരണം ഡയറ്റ് ഈസ് എ മെറ്റീരിയൽ തിങ്, യുവർ മെഡിസിൻ ഈസ് ഡൈനാമിക്. ഹൗ ഇറ്റ് വിൽ interact? It is not possible. It is provided you should you should not take just antidote of the medicine or something like that. No, at least you keep half an hour either before or after food. You can take any dynamic medicine, nothing will interact. Yeah. Another thing I want to tell you is this: usually our medicines are proved in crude form. Usually our medicines are proved in crude form, usually 3x 1x like that. No, daily we are taking rice, and along with rice a little kanji water is also going to your body. Why it is not getting proved? Daily you are taking a dose. Have you ever thought of it? Our medicines are tinctures or extract which is getting used and getting proved. No, if you consider it like that, then you are taking kanji water, or even rice. If you are taking a part of the kanji water is also there in the rice. So it is not getting proved. Why? You think? And next class, if I get an opportunity, I will give you the answer why. Now you think. Okay. So that is one thing. Next, sorry. No, yeah. Here I want to tell you, these are the 3 states: no, materialism, dynamism, and lifeism. If you take as an example cancer, it can come in 2 ways. One is it will start in the material plane, it will go into the dynamic plane, then it will reach the life plane and will manifest it. The other way is it can start in the life plane itself and come to the dynamic plane and will manifest in the material plane. The situations are entirely different. Suppose if you have an artificial denture, പല്ല് വച്ചിരിക്കുന്ന അത് അത്ര ഫിറ്റിംഗ് അല്ല, നോൺ ഫിറ്റിംഗ് ആണ്. ഇറ്റ് വിൽ ഇറിറ്റേറ്റ്. എ സ്മോൾ അൾസർ വിൽ ഡെവലപ്പ് ഇൻ യുവർ ഗം ഓർ ഇൻ യുവർ ടങ് ഓർ ഇൻ യുവർ cheek. After 10 years or 20 years it will turn into cancer. That is an example of irritation or disease process starting in the material plane, going into a dynamic plane, and finally reaching the life plane. Opposite, suppose if you get a deep grief, or one of your closest family member dies. For example, husband ഒരാൾക്ക് മരിച്ചുപോയി, അല്ലെ ഭാര്യ മരിച്ചുപോയി, അല്ലെ കുട്ടികൾ മരിച്ചുപോയി. That mental injury will produce after 3 or 4 months or years cancer can be resulted. അതങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സിവിയർ ഇഞ്ചുറി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലൈഫിസം.
and it will manifest in the dynamic plane and finally in the material plane. So that to either ways you can get disease. But the treatment side, you should be very careful that the medicine giving is entirely different. If you start from the materialism to entering into the dynamism, you will get a lot of time to treat. When you get an ulcer, you give some drugs for some period of time, the ulcer get cured and it will not turn into liphism or cancer. But the other way, starting in the liphism, it comes all of a sudden and it is suddenly degenerates and result in cancer. So your medicine should be also be in high potencies. Even if your medicine is, for example, if you are giving even CM, it will not reach the liphism level. Why? Because your medicine is in dynamic level only. Even though it is high potency, it is in dynamic level only. So it requires constant repetition and constant period of time. Over a period of time, it will reach that level and start curing. But usually in cancers and all, you will not get that much of time. That's why you lose the patients, because it has to reach the liphism level by giving highest potencies, and it has to act, and that is why that time you are not getting. That is why you lose the patient. So that is the importance of this liphism to materialism and materialism to liphism. Next slide, please. Yeah. Hanuman also Hanuman also understood this phenomenon. No? That's why he finally in the fifth verse he said it is a life energy. So you can tell the materialism will be affected by your allopathic medicines, Ayurvedic medicines, your tinctures and all. But liphism, even if even though you are giving tinctures, you have to give it repeatedly and in large doses. Then only in the long run you will get the result, or you will get the affection of the dynamic force. But if you are giving the dynamic medicine itself, that is in potency 230 like that, it will directly affect your dynamic level. Then if you continuously give your dynamic medicine in repeated doses, and that too in higher potency in repetition, it will reach, as I told earlier, it will reach the liphism force and you can expect a cure. But certain other things, that is why Hanuman said you can influence the liphism by giving galvanism or electricity or your magnetism like that. But now you can understand, and the Hahnemanian period it was not there. Now you can understand that the ultrasound or laser or even transplantations will affect the liphism. So that is a new technology which was not there in the period of time of Hanuman. But these things, the counseling, even the faith healing, if you are going to a temple or a church and you are practicing, then you will get a result. No? So that is the liphism. Then one of my requests is usually the homeopaths, what they do is, now it is not there. ഇപ്പൊ അങ്ങനെ കാണാറില്ല. പണ്ടാണെങ്കിൽ അലോപ്പതി മരുന്ന് കൊടുക്കുന്ന ഹോമിയോക്കാരായിരുന്നു, എനിക്ക് തന്നെ അറിയാം ഒരുപാട് പേര്. പക്ഷെ ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഹോമിയോക്കാരെല്ലാം ഹോമിയോ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് അത് ആയുർവേദം ആയാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും അവരവരെ പ്രിൻസിപ്പിള് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യൂർ കിട്ടുള്ളൂ. ഇപ്പൊ നടക്കുന്ന ആയുർവേദത്തിൽ എന്താണ് നടക്കുന്നത്? ക്യാപ്സ്യൂൾ, ഇന്ന അസുഖമാണ് അല്ലെ, എന്നെ ഈ ക്യാപ്സ്യൂൾ വാങ്ങിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആയുർവേദ. Not at all Ayurveda. They are not applying the Ayurvedic principle Vata, Pitta, Kapha, and you have to prescribe. You have to make you have to collect the drug. മലയാളത്തിൽ പറഞ്ഞാൽ കുറിപ്പടി അനുസരിച്ചിട്ട് സാധനം മേടിച്ച് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ആയുർവേദം. അല്ലാതെ ക്യാപ്സ്യൂൾ ഈസ് നോട്ട് അറ്റ് ഓൾ ആയുർവേദ. Similarly, homeo also only potentized drugs giving is homeopathic. Tincture giving is not at all homeopathic. It is ഇപ്പൊ എനിക്കാണെങ്കിൽ വേണമെങ്കിൽ നമ്മളിപ്പോ പെയിൻ ഉണ്ട്, കൊളോസിന്ത് കൊടുക്കുന്നതിന് പകരം എനിക്ക് മെഫ്റ്റോൾ കൊടുക്കാം. രണ്ടും ഒരേപോലെ തന്നെയാണ്.
ഹോമിയോപ്പതിക്ക് ഒരിഷ്ടത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് യുവർ വൈറ്റൽ ഫോഴ്സ് ഓർ വൈറ്റൽ എനർജി. അതിനെ അഫക്ട് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് അത് മെറ്റീരിയൽ ലെവലിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് അത് റിക്കർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ടിഞ്ചർ കൊടുത്തിട്ട് ക്യൂർ ചെയ്തിട്ട് ഒരു കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്ന് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വെൻ യു ഗിവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഇൻ ദ ഡൈനാമിക് പ്ലേസ്, ബട്ട് ദാറ്റ് ടു ഈസ് നോട്ട് റീച്ചിങ് ദ ലൈഫ് ഫോഴ്സ്. That's why the cancer is not curable. If you can reach that level in a short period by using homeopathic dynamic medicine, and that too in constant repetition and in high potency, definitely you can expect a cure. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാലത്ത് പണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് തർക്കിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ഹൈ പൊട്ടൻസി ഒക്കെ ഡെയിലി 5-6 ഡോസ് ഒക്കെയാണ് കൊടുക്കുന്നത്. കാരണം because it has to reach up to the life is a level. Okay, next one please. Yeah, this is another phenomenon that is called triple sorry, this is what I told earlier, no, materials and dynamism. Next one please. Slide reverse ചെയ്ത് കിടന്നുകൊണ്ടാണ്. Yeah, next one please. ഇത് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. Next one please. Yeah, next one. Yeah, this is very important. Sir, body, the lifeism is in a vibratory state. Even the inert substance, for example, ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കല്ലെടുത്താൽ പോലും ആ കല്ലിനകത്തുള്ള molecule atom is in a vibratory state. Similarly, our body vital force is always in a vibratory mood, and that is why you get a for normal these things, BP, sugar, you get a normalcy which is having a range. അതുകൊണ്ടാണ് നമ്മളിപ്പോ സിസ്റ്റോളിക് BP 120 to 150 വരെ നോർമൽ ആണ്. ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ 80 to 120 വരെ നോർമൽ ആണ് എന്ന് പറയുന്ന നോർമൽസി ആണ്. ഇഫ് അതിൽ കുറഞ്ഞു ആണെങ്കിൽ അബ്നോർമലിലോട്ട് പോവാണ്, അതിൽ കൂടുതലാണെങ്കിൽ അബ്നോർമലിലോട്ടാണ്. BP ഇപ്പം 190 ആയി കഴിഞ്ഞാൽ ഹൈ BP ആവും, BP 60 ആയി കഴിഞ്ഞാൽ ലോ BP ആവുന്നു. അതാണ് അത് ഈ വൈബ്രേറ്ററി ഇക്വിലിബ്രിയത്തിന്റെ ലൈഫിസത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ. ഇതിനിടയ്ക്ക് നിൽക്കുന്ന നോർമൽ സ്റ്റേറ്റിനെ നമ്മൾ ന്യൂട്രൽ സ്റ്റേറ്റ് ഓർ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് വൺ പ്ലീസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമുക്ക് എല്ലാം ടെസ്റ്റ് ട്യൂബിൽ കാണാൻ പറ്റത്തില്ല എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം കെമിസ്ട്രി ഓഫ് ലവ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു കോളേജിൽ ഒരു ആള് BSc അല്ലെങ്കിൽ എന്താണ് ഗ്രാജുവേഷന് ചേർന്നു. ആ പയ്യൻ ഒരു 2-3 കുട്ടികളെ നോട്ട് ഇടുവാണ്. അവസാനം ഒരു കുട്ടിയെ കണ്ടുപിടിക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അവസാനം ഒരു കുട്ടിയെ കണ്ടുപിടിക്കുകയാണ്. ആ കുട്ടിയായിട്ട് വളരെയധികം അഫെക്ഷൻ ആയി. അപ്പോൾ ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അച്ഛൻ എന്ന് പറയുന്ന വില്ലൻ വരുന്നത്. കുട്ടി ഇവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. നിനക്ക് അവിടെ ഒരു സിറ്റിയിലൊരു വീട് കിട്ടും, ഒരു കാറ് കിട്ടും, ഇത്ര ലക്ഷം രൂപ പോക്കറ്റ് മണി കിട്ടും, ഡോറിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്ത് തെറ്റിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കെമിസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാല് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Next slide. Next. അവനെ പിന്തിരിപ്പിച്ചു. നെക്സ്റ്റ് സ്ലൈഡ്. ആ കുട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സയൻസ് ഓഫ് ലവ് ഓർ കെമിസ്ട്രി ഓഫ് ലവ് എടുക്കുകയാണെങ്കിൽ അവൻ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ആ കുട്ടിയെ കാണുമ്പോഴത്തേക്ക് സ്റ്റേജ് ഓഫ് അഫെക്ഷൻ വരുന്ന ആ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹോർമോൺസ് ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനുമാണ്. അടുത്ത സ്റ്റേജിൽ അറ്റാച്ച്മെന്റില് നെക്സ്റ്റ് സ്റ്റേജിൽ കാണുന്ന ഡോപ്പമീനും അഡ്രിനാലിനുമാണ്. സിറോട്ടോണിനാണ്. അടുത്ത സ്റ്റേജ് ഓഫ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന അവൻ ഈ കുട്ടിയെ കിട്ടത്തുള്ളൂ, ഈ കുട്ടിയെ എനിക്ക് മതി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആ സ്റ്റേജാണ്. അപ്പോഴേറ്റവും കൂടുതൽ കാണുന്ന ഓക്സിറ്റോസിൻ ആണ്. ദ ഡെപ്ത് ഓഫ് ദ ലവ്
ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ, വാസോപ്രസനം ഉണ്ടെങ്കിൽ പോലും. അപ്പോഴ് സ്റ്റേജിന്റെ ലവിന്റെ ഡെപ്ത് ഡിസൈഡ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ ആണെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്തപ്പോഴത്തേക്ക് ഇവൻ മാറി അവനെ ഒരു 10 cc സിറിഞ്ചിനകത്ത് ഓക്സിറ്റോസിൻ എടുത്തിട്ട് ഇവന്റെ ചന്തിക്ക് കുത്തിയേക്കുവാണെങ്കിൽ അവന്റെ തീരുമാനം മാറ്റണം. അതാണ് ഡെപ്ത് ഓഫ് ലവ് എന്ന് പറയുന്ന ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ മാറ്റുന്നില്ലല്ലോ. അപ്പോൾ കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് നമുക്കെല്ലാം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അതിന്റെ കെമിസ്ട്രി എങ്കിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അഫെക്ഷൻ, അത് കഴിഞ്ഞിട്ട് അട്രാക്ഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്, 3 സ്റ്റേജിൽ ഏറ്റവും പ്രീഡോമിനന്റ് ആയിട്ട് വരുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ അവൻ ഭ്രാന്ത് പിടിച്ച് നടക്കുക സമയത്ത് ഈ ഓക്സിറ്റോസിൻ ആയിരിക്കും മാക്സിമം നിൽക്കുന്നത്. ഇപ്പൊ അച്ഛൻ പറയാണ്, അച്ഛനും അമ്മയും പറയാണ്, നീ ആ കുട്ടിയെ വിട്ടിട്ട് ഈ കുട്ടിയെ കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നു പറയുകയാണെങ്കിൽ ഈ പയ്യൻ തീരുമാനം മാറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ മാറ്റുന്ന അവസരത്തിൽ ഈ ഓക്സിറ്റോസിൻ ഇടത്ത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തിരിച്ചു മാറുന്നില്ല. അപ്പോൾ അതൊരു സയൻസ് ആയിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനിയുള്ള ഒരു ഫിനോമിന എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് ട്രയോസ് എന്ന് പറയുന്നത്. ഇത് ഞാനാണ് പേരിട്ടേക്കുന്നത് കേട്ടോ, അതങ്ങനെ ഇല്ല നമ്മളെ ഓർഗനങ്ങളിൽ. അതായത് നമ്മളുടെ എൻവയൺമെന്റ്, അതുപോലെ തന്നെ നമ്മളെ ടൈം, നമ്മളുടെ നേച്ചർ, ഇത് മൂന്നുമാണ് നമ്മളുടെ ഓരോ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു വിത്ത് എടുത്തിട്ട് കളയുവാണെങ്കിൽ അത് നശിച്ചു പോകും. അതേസമയം ആ വിത്ത് എടുത്തിട്ട് ഒരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് മാനുവറിങ് ഒക്കെ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് പീരീഡ് കഴിയുമ്പോൾ അത് കിളിർത്ത് വരും. പക്ഷെ കിളിർത്ത് വരുന്നത് ഏത് ചെടിയുടെ വിത്താണോ അതേ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ മുട്ട എടുത്തിട്ട് വെളിയിൽ വെച്ചിരുന്നാൽ അത് നശിച്ചു പോകും. അതേസമയം അത് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക്, ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി അത് ചിക്കായിട്ട് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് വരും. അപ്പൊ ഇവിടെ ആക്ച്വലി ദ എൻവയൺമെന്റ് ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ, ടൈം ഈസ് ദ അക്കൗണ്ടബിലിറ്റി, എത്ര ടൈമാണ്, ആൻഡ് നേച്ചർ ഈസ് ദ ഐഡന്റിറ്റി. ഇതാണ് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ഒരു എല്ലാ ആക്ഷന്റെയും ഇത്. എൻവയൺമെന്റ് വിൽ ഡിസൈഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡ് കാണിച്ചപ്പോൾ ഏതാണ് നമ്മളെ മംഗോളിസം കുട്ടിയെ കാണിച്ചതും പറഞ്ഞില്ലേ, എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ മംഗോളിസം കുട്ടിയെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അവിടെ ടൈമും ഒരു ഫാക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇറ്റ് വിൽ ടേക്ക് 5 years. മറ്റേതാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് എൻവയൺമെന്റിൽ വളരുവാണെങ്കിൽ 200 to 300 years എടുക്കുന്നത് നമുക്ക് 5 years ചെയ്യാം. അതുപോലെ തന്നെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് കീപ് ദ ഐഡന്റിറ്റി, എൻവയൺമെന്റ് ഐഡന്റിറ്റി. അപ്പോഴിതാണ് നമ്മളുടെ നേച്ചറിലെ വൈറ്റൽ ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ഉള്ള ഒരു ഫിനോമിന. ഇതുകൊണ്ടാണ് നമുക്ക് ക്യൂർ ഉണ്ടാക്കാൻ പറ്റുന്ന പലതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ പ്ലീസ്. ഇനി എല്ലാം സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് കെമിസ്ട്രി ഓഫ് ലവ്. ഇനി ഇത് അത് ബയോകെമിക്കൽ ആണ്, ഇത് ബയോഫിസിക്കൽ ആണ്. അതായത് ഇപ്പൊ ഞാൻ ഒരാള് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞാനും ഉണ്ട്, ഒരേ ജോലിക്ക് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ഒരു സ്ഥാപനത്തില് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു, മറ്റേ ആൾക്ക് സെക്കൻഡ് റാങ്ക് കിട്ടുന്നു. അവന് അതിന്റെ അധികാരികളെ സ്വാധീനിച്ചിട്ട് അവൻ ജോലിക്ക് കയറുന്നു, എനിക്ക് ജോലി പോയി, ഞാൻ ഫസ്റ്റ് റാങ്ക് കയറുന്നു. നാച്ചുറലി എനിക്കൊരു പക വരും അയാളുടെ അടുത്ത്. പക്ഷെ ഞാൻ അയാളെ കാണുമ്പം ചിരിക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്നുള്ള ഒരു ഫീലിംഗ് എന്റെ കാണും. അതെങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? ഇവിടെ ഈ കുട്ടിയുടെ ഒരു ഏതാണ്ട് 18 തരത്തിലുള്ള ചിരിയാണ് നമ്മൾ കാണുന്നത്. ഓരോ ചിരിയും ഈച്ച് ആൻഡ് എവറി സ്മൈൽ കൺവേസ് ആൻ ഐഡിയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും, എല്ലാത്തിലും ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എൻ്റെ മനസ്സിലിരിക്കുന്ന നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഏത് സയൻസിൽ മനസ്സിലാക്കാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് ഇപ്പം പറയാം, അവനെ ഹിപ്നോട്ടൈസ് ചെയ്താൽ പറയാം. പക്ഷെ ലേറ്റസ്റ്റ് ടെക്നോളജി കഴിഞ്ഞു, കള്ളന്മാരൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹിപ്നോട്ടൈസ് ചെയ്ത പോലും സത്യം പുറത്തു വരാതിരിക്കാനുള്ള ട്രെയിനിങ് നമുക്കിപ്പോ എടുക്കാൻ സാധിക്കും.
അപ്പോഴ് ഇപ്പൊ ഈ കുട്ടിയുടെ തന്നെ ഈ ചിരിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഓർബിക്കുലാരിസ് ഓറിസ് വായ്ക്ക് ചുറ്റുമുള്ള മസിൽസിന്റെ, മസേറ്റർ മസിൽസിന്റെ, ഫോണ്ടാലിസ് മസിൽസിന്റെ ഒക്കെ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫ് എടുക്കാൻ പറ്റും, ECG എടുക്കുന്ന പോലെ. അയാൾ ചിരിക്കുമ്പോൾ ഏത് മസിലാണ് കോൺട്രാക്ട് ചെയ്യുന്നത്, ഏത് സൈഡിലെയാണ് മോർ കോൺട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടത്തെ മസിലാണ് കോൺട്രാക്ട് ചെയ്യുന്നത് എന്നൊക്കെ. അതുപോലെ തന്നെ ഹോർമോൺസും പഠിക്കാൻ പറ്റും. പക്ഷേ ആ ചിരിയില് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ദർ ഇസ് നോ ടെക്നോളജി, നോ സയൻസ് ക്യാൻ ആൻസർ ഇറ്റ്. അതാണ് ലിമിറ്റേഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോഴ് അതുപോലൊരു ലിമിറ്റേഷൻ ആണ് ഹോമിയോപ്പതിക് മെഡിസിന്റെ ഫാർമക്കോ കൈനറ്റിക്സിലുള്ളത്. ഞാനൊരു കോൺഫറൻസിന് പോയിരുന്നു. അവിടെ ഒരു ഡോക്ടർ, പെട്ടെന്ന് പറയാം, ഒരു 5 മിനിറ്റോട് നിർത്താൻ പറ്റും. പിന്നെ ഒരു ഡോക്ടർ, ഒരു ഇന്റർ ഡിസിപ്ലിനറി ഇതായിരുന്നു, കോൺഫറൻസ് ആയിരുന്നു. എല്ലാ സിസ്റ്റത്തിലെ ഡോക്ടേഴ്സും ഉണ്ട്, 10-400 പേരുണ്ട്. അപ്പോഴൊരു നെഫ്രോളജിസ്റ്റ് എണീറ്റിട്ട് പറഞ്ഞു, ഹോമിയോ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കിഡ്നി ഫെയിലിയർ ടോക്സിസിറ്റി കൊണ്ട് ഒരുപാട് കേസ് വരുന്നുണ്ട്, അത് സ്റ്റിറോയിഡ് ആണ് അവർ കൊടുക്കുന്ന മുഴുക്കെന്ന് പറഞ്ഞു. ആദ്യം നമ്മളെ പറ്റി പറഞ്ഞിരുന്നത് ഇതിനകത്ത് ആക്ഷനേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സ്റ്റിറോയിഡ് ആണെന്ന്, അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെറ്റൽ ആണെന്ന് പറയുന്നു. അങ്ങനെ മാറി. അപ്പോഴേ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയതാ, ഡെലിഗേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം എനിക്ക് പറയാൻ 2 മിനിറ്റ് തരണം. എന്തായാലും ആ ചെയർ ചെയ്ത ആൾ 5 മിനിറ്റ് തന്നു. അപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ 10-400 ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ പേര് നോബൽ പ്രൈസിന് സജസ്റ്റ് ചെയ്യാം. കാരണം അദ്ദേഹം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു ഹോമിയോ മെഡിസിനകത്ത് സ്റ്റിറോയിഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. ഇപ്പൊ മെറ്റൽ ആണെന്ന് പറഞ്ഞു. അത് തന്നെ എനിക്ക് വളരെ സങ്കടം തോന്നി. എന്താന്ന് പറയോ, ആഴ്സനിക് ആൽബ് 30 കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഹെവി മെറ്റലാന്ന് പറഞ്ഞ് ഒത്തിരി വീഡിയോസ് വന്ന് ഞാനും ഒരു ചർച്ചയ്ക്ക് പോയി. പക്ഷെ നമ്മളെ സംഘടനകൾ ഒന്നും അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. മിണ്ടായിരിക്കുക എന്നുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. എങ്കിലും ഞാൻ ആ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞാൻ ആഴ്സനിക് ആൽബിന്റെ അകത്ത് 30-ക്കകത്ത് ആഴ്സനിക് മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ആ ചർച്ചയിൽ ചാനൽ ചർച്ചയിൽ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഡോക്ടറിന് എനിക്കും കൂടെ പോയി ഒരു ഹോമിയോ സ്റ്റോറിൽ നിന്ന് ആഴ്സനിക് ആൽബ് 30 സീൽഡ് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ട്രോംബെ അറ്റോമിക് സെന്ററിലോ CCRHലോ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഇതിനകത്ത് ആഴ്സനിക് ഒന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു തേർഡ് പേഴ്സൺ ഇടയിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ ഡോക്ടറിന് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞു ആ ചാനൽ ചർച്ചയിൽ. 1 കോടി രൂപ. അതില്ലാന്ന് വരുവാണെങ്കിൽ എനിക്ക് 2 കോടി രൂപ തരണം. സമ്മതമാണോ എന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരു അസോസിയേഷനെയും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായല്ലേ? അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, സ്റ്റിറോയിഡ് ആണ്, മറ്റേ മെറ്റൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ്. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ചേഞ്ചസ് ഓരോ മെഡിസിന്റെ എഡിഷൻ കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ആ ചേഞ്ചസിന് ശേഷം നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മളെ ഒബ്സർവേഷനിലുള്ള ഒരു കാര്യങ്ങൾ പോലും നമ്മൾ പബ്ലിഷ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനകത്തുള്ള ലോക്കൽ ആപ്ലിക്കേഷൻസ്, ഹോമിയോപ്പതിക് പ്രൊഫൈലാക്സ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ തവണ ഇപ്പൊ ക്രോണിക് മയാസിസ് എങ്ങനെയാ വന്നത്? ഹനുമാൻ നോക്കിയപ്പോഴത്തേക്ക് ക്രോണിക് ഡിസീസ് കറക്റ്റ് സിമിലുമം കൊടുത്തിട്ട് നോക്കിയിട്ടും മാറിയില്ല. അപ്പോഴദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ലോജിക്കലി ഹി ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് മയാസംസ്. അങ്ങനെയാണ് മയാസംസ് വന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്തായാലും അത് ബാക്കി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിലോട്ട് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. നെക്സ്റ്റ് വൺ പ്ലീസ്. നെക്സ്റ്റ് വൺ. യാ, ഇവിടെ ഞാൻ പൊട്ടൻസി എന്ന് പറയുന്നത്, ഞാൻ അതാ പറഞ്ഞ ഹോമിയോപ്പതി എവിടെ തുടങ്ങിയോ അവിടെ നിൽക്കുന്നു എന്ന് പറയാൻ കാര്യം അതാണ്. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ, ഈ 48 വർഷത്തെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഹോമിയോപ്പതി ക്യാൻ ഓൾസോ ബി പൊട്ടൻസി സ്പെസിഫിക്, അല്ലെങ്കിൽ ഡിസീസ് സ്പെസിഫിക്, അല്ലെങ്കിൽ ഡിസീസ്ഡ് സ്പെസിഫിക് ആകാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പം എനിക്കിപ്പോ കയ്യിലൊരു വേദനയുണ്ടെന്ന് ഞാൻ പറയുവാണെങ്കിൽ ഒരു ഡോക്ടറെ ഞാൻ മരുന്നൊക്കെ കഴിച്ചു, കയ്യിലൊരു വേദനയുണ്ട്, അത് ഡോക്ടറെ റെസ്റ്റോക്സ് കഴിച്ചു നോക്ക്, അപ്പോഴും അതും കഴിച്ചു ഞാൻ. എന്നാൽ കാൽമിയ കഴിച്ചു നോക്ക്, അതും കഴിച്ചു. എന്നാൽ ലെഡം കഴിച്ചു നോക്ക്. അങ്ങനെ എല്ലാ മരുന്നും പറയുന്നത് വിച്ച് ഈസ് ഹാവിങ് ആൻ അഫിനിറ്റി ടുവേഴ്സ് എ പർട്ടിക്കുലർ സിസ്റ്റം ഓർ പർട്ടിക്കുലർ ടിഷ്യൂ അഫെക്ഷൻ ഉള്ളതാണ്. Nobody will say you take echinacea or you take Sina.
അങ്ങനെ ആരും പറയാറില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൂവിങ്സിൽ തന്നെ ഓരോ മെഡിസിനും ഓരോ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഓരോ ടിഷ്യൂസിന് അല്ലെങ്കിൽ ഓരോ പിന്നെ എന്താണ് പറയാ ഓരോ സെൽസിനോട് അഫിനിറ്റി ഉണ്ട്. അത് ആ പർട്ടിക്കുലർ ഒരു മെഡിസിൻ പ്രൂവ് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ മെഡിസിന്റെ ആ പൊട്ടൻസിക്ക് ഇന്ന ഇപ്പൊ റെസ്റ്റോക്സ് എടുക്കുവാണെങ്കിൽ അതിന് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് അഫെക്ഷൻ ഉണ്ട് എന്ന് പ്രൂവിങ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ റെസ്റ്റോക്സ് തന്നെ ഡിഫറെന്റ് പൊട്ടൻസിയിൽ 30-ല് 1000-ല് 10,000-ല് 50 ml ഒക്കെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഓരോ പർട്ടിക്കുലർ ടിഷ്യൂസില് അല്ലെങ്കിൽ പർട്ടിക്കുലർ സെല്ലിൽ ആക്ഷൻ കിട്ടും. അതിന് ഞാൻ 2-3 എക്സാമ്പിൾ പറയാറുണ്ട്. ഒന്ന് ബ്രയോണിയ ടെന്നം, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിങ്ങളെ കൊടുത്തു നോക്കൂ. ഈ കേൾക്കുന്ന എല്ലാവരും ട്രൈ ചെയ്യൂ. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയൂ. 100% ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഇഫക്റ്റ് കിട്ടുന്ന ഒരു മെഡിസിൻ ആണ് ബ്രയോണിയ ടെന്നം. ദാറ്റ് ഇഫക്റ്റ് ഈസ് നോട്ട് ദെയർ വിത്ത് ബ്രയോണിയ 1M or ബ്രയോണിയ 50M or ബ്രയോണിയ CM, only with the ബ്രയോണിയ ടെന്നം. Another situation is cervical spondylosis. Cervical spondylosis, Naxomica tennum. You specifically act on the cervical muscles. Next example is Restox 50M. Specifically act on the myocardium. Myocardial നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ വെച്ചൊരു ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടപ്പോൾ അത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണ്, നോട്ട് ദ അതർ വൺ. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ടേക്ക് 50M, യു ഡയലൂട്ടഡ്, അത് നിങ്ങൾക്ക് എത്ര വേണേലും ആകാം, എന്നിട്ട് റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുക. 100% the issue will reverse. No doubt about it. Restox 50M. അത് 50M മാത്രമേ ഉള്ളൂ, CM-നും ഇല്ല, 10M-നും ഇല്ല, 1M-നും ഇല്ല. അത് ഡിസീസ് സ്റ്റേറ്റിൽ സ്പെസിഫിക് ആയിട്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ PGs-ന് കൊടുക്കേണ്ട ഒരു വർക്കാണ് ഈ മെഡിസിൻസ് പൊട്ടൻസി വൈസ് പ്രൂവ് ചെയ്യാൻ. അവരെ തീസിസിനോ MD തീസിസിനോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് മെഡിസിൻ. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ 90 മെഡിസിൻസ് ഇതുപോലെ സ്പെസിഫിസിറ്റി ഉള്ള മെഡിസിൻസ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മാത്രം ഇത് മൂന്നും പറയുന്നു. വേറൊരെണ്ണം കൂടെ അതാണ് ലൈക്കോപോഡിയൻ ടെന്നം. ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്. ലൈക്കോപോഡിയൻ ടെന്നം കൊടുത്തിട്ട് ഇൻസുലിൻ മോണിറ്റർ ചെയ്ത് നോക്കൂ. സ്പെസിഫിക് ആയിട്ട് ലൈക്കോപോഡിയൻ ടെന്നം വിൽ ആക്ട് ഓൺ ദ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ബീറ്റാ സെൽസ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ഇൻസുലിൻ. പക്ഷെ ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആക്റ്റീവ് റെസ്റ്റോക്സ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ കൊടുത്താൽ കുറയും. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാം കേൾക്കുന്നവർ വെരിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഡിബേറ്റബിൾ ആണ്, നോട്ട് കൺക്ലൂസീവ് ആണ്. ഇപ്പൊ ഒരു ഡോക്ടർ പറയാണ്, മറിയാമ്മ ഡോക്ടർ പറയാണ്, ഞാൻ റെസ്റ്റോക്സ് ഒരു പെല്ലറ്റ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ അതിൽ നിന്ന് ഒരു സ്പൂണാണ് കൊടുക്കുന്നത്. 50M 1 ounce എടുത്തിട്ട് 1 ounce അതുപോലെ അങ്ങ് കൊടുക്കും. അതും 1 dose തന്നെയാണ്. There is no difference in action depending on the quantity of the medicine. Quality, that means potency. If you give 10M 50M, there is a difference. But if you give a pellet of 10 size or 50 size, or you give half drum as such, or you give 1 drum as such, you give 1 ounce as such, it is single only. But if you give it repeatedly, keeping a time apart, and that time എത്ര ആണ് ആ ഡിഫറൻസ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ബട്ട് ഡിഫറെന്റ് ടൈംസിൽ കൊടുത്താൽ ഇറ്റ് ഫോംസ് മൾട്ടിപ്പിൾ ഡോസ്. ഇതിന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന്, ഞാൻ ഹൗസ് സർജൻ ആയിരുന്ന സമയത്ത് ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ അവിടെ ഒരു പിയൂൺ ഉണ്ടായിരുന്നു, അവിടെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു. അയാള് ഉച്ചയ്ക്ക് ഡിസ്പെൻസറി അടയ്ക്കുമ്പോഴത്തേക്ക് അയാളുടെ പരിപാടി, അപ്പോൾ മാഡം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ മെഡിസിൻ കുറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കല്ലേ, ഒന്ന് ശ്രദ്ധിച്ചോണെന്ന്. അപ്പൊ ഞങ്ങളെ ശ്രദ്ധിച്ചപ്പോ എന്താ, ഇവൻ ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് ഇതിലൊരു ബ്രയോണിയ 10M അല്ലെങ്കിൽ ബ്രയോണിയ 1M അല്ലെങ്കിൽ 200M ഒരു പൗണ്ട് ബോട്ടിലാണ് അന്ന് സപ്ലൈ ഗവൺമെന്റ്. അതിന്റെ പകുതി എടുത്ത് അങ്ങ് കുടിക്കും. ഡെയിലി ഓരോ മരുന്നാണ് കുടിക്കുന്നത്, ഡെയിലി ഓരോ മരുന്ന് കുടിക്കും. ബട്ട് ഈ ഡസൻ ഹാവ് എനി ഡിസീസ് അറ്റ് ഓൾ. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയല്ല, ഞങ്ങൾ വരുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ ഇഫ് യു ആർ ടേക്കിംഗ് എ സിംഗിൾ even if it is 100 ml or 200 ml as a single dose, it is single dose only. This is debatable. You people verify it.
അതുകൊണ്ട് പല ഡോക്ടർമാരും ഞങ്ങൾ ഒരു പെല്ലറ്റ് എടുത്തിട്ട് 1 ഔൺസ് വെള്ളത്തിൽ കൂടി 1 സ്പൂൺ കൊടുത്തു എന്ന് പറയുന്നു. ചില ഡോക്ടർമാർ പറയുന്നു 8 ഡ്രോപ്പ് കൊടുക്കാൻ പറയുന്നു. ചിലർ പറയുന്നു പിന്നെ എന്താണ് 1 ഔൺസ് കൊടുക്കാൻ പറയുന്നത്. ബട്ട് ഓൾ ദീസ് ആർ സിംഗിൾ ഡോസ് ഓൺലി. ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ബട്ട് ഇഫ് യു ചേഞ്ച് ദ time, frequency of repetition, and depending on the potency, it will act. It will be different. Okay, next one. Even Hahnemann used a specific. See, person suffering from a lot of examples are there. For the time being only, I am taking for person suffering from ulceration of the lungs can scarcely get well without kali carb. That means kali carb is specific. അതുപോലെ തന്നെയാണ് നെക്സാർസെനിക്കൽ ഈസ് ഓഫ് ഗ്രേറ്റ് സർവീസ് ഇൻ എപ്പിഥീലിയോമ ഓഫ് നോസ് ആൻഡ് ലിപ്സ്. That is also specific. So specificity anyone noticed in his late years of life, but it doesn't come in the organon of medicine or his writings. Next one, please. Yeah. This is another presentation. That means even you can bypass the bypass surgery with homeopathic medicine. പിന്നൊരു അവസരത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ അവസരം തരുവാണെങ്കിൽ. നെക്സ്റ്റ് വൺ പ്ലീസ്. Yeah, heart disease. Next one. Yeah, is cancer curable? ഞാൻ നേരത്തെ അതിന്റെ ഫിലോസഫി പറഞ്ഞു. ഫ്രം മെറ്റീരിയലിസം ടു ഡൈനാമിസം, തിരിച്ച് റിവേഴ്സ് ആയിട്ട്, അതായത് ലൈഫിസം ടു ഡൈനാമിസം, ലൈഫിസം ടു മെറ്റീരിയലിസം, അങ്ങനെ വരുന്നതാണ്. ഹൈ പൊട്ടൻസി വേണമെന്ന് പറയുന്ന മെന്റൽ ട്രോമ അല്ലെങ്കിൽ ലൈഫിസം അഫക്ട് ചെയ്തിട്ട് താഴോട്ട് വരുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മളെ ഫോമർ ചീഫ് മിനിസ്റ്ററൊക്കെ. അദ്ദേഹത്തിന് മറ്റ് വിഷയങ്ങളിൽ പ്രശ്നം ഉണ്ടായപ്പം അദ്ദേഹത്തിന് ഓൾ ഓഫ് എ സഡൻ ക്യാൻസർ വന്നു. അത് ലൈഫിസം അഫക്ട് ചെയ്തതാണ്, താഴോട്ട് വന്ന് മാനിഫെസ്റ്റ് ചെയ്തതാണെന്നാണ് എന്റെ വിശ്വാസം. നെക്സ്റ്റ് വൺ പ്ലീസ്. ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നെക്സ്റ്റ് വൺ slide. Yeah, this is also very, very important. That miasm, according to me, my understanding, miasm is always there in your body. That is in physiological state as well as in pathological state. In each state, it is acting in functional level and the cellular level. That I will, if I get an opportunity, I will take a class on miasm. And miasm will be on all the 3 miasms are there in a particular individual, and that may be in different range. So one miasm will be predominant and other will be recessive. The predominant miasm, as per the organon of medicine, it is called as a basic miasm. So the basic miasm will decide. If you treat one basic miasm, for example, if you are treating in a particular condition, syphilinum is the basic miasm. At that situation, if you treat it, next miasm that will come, the psychotic, and that if you treat, the last one will come. That is how the cure take place. That's why you have to use different medicines in different potencies and different types of anti-miasmatic drugs. Next one. Okay, 2 minutes ആണ്. 2 minutes കഴിയും, തീർന്നു. So there is 84 combination depending upon the strength of the miasm. Next one. Yeah, this next one. This is also one of my process. So that's the final slide. So even though we said homeo, ayurveda, everything, the best medicine is laughable things, and weep comes. Okay, thank you, IFB. നന്ദി. Thank you Mariamma doctor. Thank you Ajini doctor. എല്ലാ എന്നെ ശ്രവിച്ച എല്ലാ ഹോമിയോപ്പസ് ഡോക്ടേഴ്സിനും എന്റെ വിനീതമായ നമസ്കാരം. ഒരഭിപ്രായം പറയാം. നന്ദി അരിവാൻ ഡോക്ടറെ. എന്തായാലും ഞങ്ങൾ 1917 ദിവസം കാത്തിരിക്കേണ്ടി വന്നു ഡോക്ടറുടെ ഒരു ക്ലാസ് കേൾക്കാൻ. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു ദിവസം തന്നെ ഈ IFBHന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫാക്കൽറ്റി തന്നെ 2 ഭാഷയിൽ ഒരു ദിവസം തന്നെ. സാറ് ഇന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും നമുക്ക് സമയമായി എങ്കിലും സാറിന്റെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു.
ഹലോ, ഏഹ്, ഡോക്ടർ പറയൂ ഹരികുമാറിന്റെ പ്രസന്റേഷൻ ഭദ്രന്റെ വളരെ ക്ലാസ്മേറ്റ് ആണ്. അതെ 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 ഏഹ്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് കുറച്ച് കൺസെപ്റ്റ്സ് എനിക്ക് ഈ ഐഡിയ പണ്ടുപോലെ ഞാൻ പറയാറുണ്ട്. എല്ലാം ഈ ഡിബേറ്റഡ് ഡോസ് എന്ന് പറഞ്ഞ് ഗ്രേഡ് ബേസിൽ ഓരോരുത്തർ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അത് എഗ്രി ചെയ്യാൻ നോക്കിയില്ലായിരുന്നു. കാര്യം ഡിബേറ്റഡ് ഡോസ് എന്ന് പറഞ്ഞ ഒരു കാര്യം നോക്കില്ല, ഡോസ് ഡിവൈഡ് ചെയ്യാൻ നോക്കില്ല. ഏറ്റവും ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഒരു ഡോസാണ്. അത് ആ പ്രിൻസിപ്പിൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഉള്ളതെന്നായി. പലരും ധരിച്ചിരിക്കുന്നത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അലോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ ആയുർവേദ മരുന്ന് കൊടുക്കുമ്പോൾ ഡിവൈഡ് കൊടുത്ത് അങ്ങനെയുള്ള ആക്ഷനെ ഉണ്ടാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക് കുറച്ചു പേർക്ക് ഉണ്ട്. ആ തെറ്റിദ്ധാരണ എന്തായാലും മാറിക്കിട്ടും ഇത് ഈ ക്ലാസ്സിൽ. ഇനി ഫ്യൂച്ചർ പ്രസന്റേഷൻസും നമുക്ക് ഈ രൂപത്തിലുള്ള ആയിരിക്കട്ടെ. നല്ല എന്തൂസിയാസം ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, അടുത്ത് താങ്ക് യു ഭദ്രൻ. ഡോക്ടറെ, ഇനി സൂര്യ ഡോക്ടറെ. സൂര്യ ഡോക്ടറെ ചുരുങ്ങിയ വാക്കില് പെട്ടെന്ന് പറഞ്ഞു. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് സൂര്യ. ഗുഡ് ഈവനിങ്. മിണ്ടണെന്ന് പറയും. പിന്നെ ഞാൻ ഈ ഡോക്ടറെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കണമെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. ഇന്ന് വന്നത് ഈ സന്തോഷം. പക്ഷേ ഈ റെസ്റ്റോസ് 50 എന്റെ കയ്യിലുണ്ട് കേട്ടോ. താങ്ക് യു. ഞാനിത് എന്റെ മദറിലേക്ക് 2 പ്രാവശ്യം കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ട്. ഒരു മെഡിക്കൽ റെപ്പ്, നമ്മുടെ ഹോമിയോയിൽ ഒരു മെഡിക്കൽ റെപ്പിന് കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വച്ചിരുന്നത്, അതും പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഞാനൊരു എന്താണ് തിയറി ആയിട്ട് തന്നെ പറയുന്നു. റെസ്റ്റോസ് 50 ഗുഡ് തന്നെയാണ്. അതുപോലെ ഇപ്പൊ 90 മെഡിസിൻസ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒരു ക്ലാസ് പിന്നെ എടുക്കാം, ഇതുപോലുള്ള സ്പെസിഫിക്. തന്നാൽ ഉപയോഗം. അന്ന് ഞങ്ങൾ ഇരിക്കുമെന്ന് അറിയത്തില്ല, അത്രേ ഉള്ളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ. 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. സ്റ്റാർട്ടിംഗ് മാറി. ഇത് മൂവാറ്റുപുഴയിൽ വെച്ച് ഡോക്ടർ 2017 ക്ലാസ് എടുത്താണ്. ഡോക്ടർ ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഡോക്ടറുടെ ആ ഒരു നോട്ട്, ഞാൻ എഴുതിയ നോട്ട് ഞാൻ ഡോക്ടർക്ക് ഒരിക്കൽ തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഓർമ്മയുണ്ടോ? അത് ഉണ്ട്. ഇപ്പൊ പറഞ്ഞപ്പോ ഓർമ്മിക്കുന്നു. അതിനകത്ത് ഈ MLA ക്ക് കൊടുത്തതും ഒരു വല്യമ്മ വന്ന് ഡോക്ടർക്ക് മൗത്ത് പബ്ലിസിറ്റി തന്ന കഥയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മലയാളത്തിൽ എഴുതിയത് ഡോക്ടർക്ക് നോട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്തായാലും വന്നല്ലോ, വലിയ ഉപകാരം. നമ്മുടെ അടുത്ത് രമാദേവി അമ്പാടി മാഡം ആണ്. അതിനുശേഷം ഹരിഹരൻ സാറും ഉണ്ട്. അമ്പാടി മാഡം എത്രയും പെട്ടെന്ന് ചെറിയ. ഓക്കെ ഹരി, ഒന്നുകൂടെ പറയാനേ. ഞാൻ പറഞ്ഞു താങ്ക് യു. ഈ മറിയാമ്മ ഇപ്പൊ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന്. ഈ ഭാഗ്യം ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അനുഭവിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹരിയുടെ ഇതില് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. എന്താ പറയാ, ഇനി വരണം ഹരി. ഇതുപോലെ തന്നെ കുറെ ബുക്കുകൾ കയ്യിലുണ്ടെന്ന് അറിയാം. അതെല്ലാം എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബി ബ്ലെസ്ഡ് മോനെ. അതേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഹരിഹരൻ സാറിന് ചുരുങ്ങിയ വാക്കിൽ സംസാരിക്കുകയും ഡോക്ടർക്ക് നന്ദി പറയുകയും ചെയ്യണം. ഹലോ ഡോക്ടർ ഹരികുമാർ. ഹലോ, വെരി നൈസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. എനിക്ക് ഒരു കാര്യത്തില് ഒരു ക്ലാരിഫിക്കേഷൻ ഡോക്ടർ ഇതിനിടയ്ക്ക് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മെറ്റീരിയലിസ്റ്റിക് പ്ലെയിൻ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോപ്പതിക് മെഡിസിൻ കൊടുക്കുന്നത്, ടിഞ്ചേഴ്സ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ട്രൂ, വളരെ ശരിയാണ്. പക്ഷെ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട. എന്താന്ന് വെച്ചാൽ ഈ അലോപ്പതിക് മെഡിസിൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഡൈനാമിക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്താൽ ആക്ട് ചെയ്യത്തില്ല എന്ന് ഡോക്ടർ ഒരു വാചകം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അല്ല, മെറ്റീരിയൽ ഡോസ് ആണ് കൊടുക്കുവാണെങ്കിൽ രണ്ടും മെറ്റീരിയൽ ആണെങ്കിൽ ആക്ട് ചെയ്യാൻ പാടാണ്. ഡൈനാമിക് മെഡിസിൻ ഹോമിയോ കൊടുത്താൽ ആക്ട് ചെയ്യും. മറ്റേ അലോപ്പതി കൊടുത്താൽ ആക്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ആക്ട് ചെയ്യും എന്നാണ്. Along with allopathic medicine, we can give homeopathic medicine also. Is it true? Yeah. In Botten's not in tincture. Botten's in medicine. Always tincture is not homeopathy. It is like allopathy and Ayurveda. But see, potency medicine is homeopathy. Anyway, your class is very wonderful and fine.
and we are very Thank you. thankful to you. Thank you, ഹരിഹരൻ ഡോക്ടർ. Thank you. Thank you. Come again. നന്ദി ഹരിഹരൻ സാറ്. എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഡോക്ടറുടെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് ശ്രവിക്കാൻ പറ്റി. ഇനി സാറിന്റെ കയ്യിലുള്ള എല്ലാ അറിവുകളും എത്രയും പെട്ടെന്ന് വന്ന് ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1917 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. എത്രയും വേഗം സാറ് അടുത്ത ക്ലാസ്സുമായിട്ട് വരണം. ഞങ്ങളെ കൊതിപ്പിച്ച സ്ഥിതിക്ക് ഇനി വരണം.